അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന വിദേശ നയമാവും സർക്കാരിന്റേതെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി വ്യക്തമാക്കി. കാശ്മീരി പണ്ഡിറ്റുകളെ ജന്മനാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടപടിയുണ്ടാവും. Special efforts will be made to ensure that the Kashmiri Pandits return to the land of their ancestors with full dignity, security and assured. എന്നാൽ കാശ്മീരുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളിലെല്ലാം മൗനം പാലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വടക്കു കിഴക്കൻ അതിർത്തികൾ ശക്തിപ്പെടുത്തുമെന്നും നുഴഞ്ഞുകയറ്റം തടയുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യയുടെ വികസനത്തിൽ തുല്യ പങ്കാളിത്തം നൽകും. ദേശീയ മദ്രസ നവീകരണ പദ്ധതി നടപ്പാക്കും. വർഗീയ കലാപങ്ങൾ തടയാൻ സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച സംവിധാനമുണ്ടാക്കും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കും. പെൺകുട്ടികൾക്കായി പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രപതി പാർലമെന്റിലും നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി. ഫെഡറൽ സംവിധാനത്തിൽ അടുത്ത കാലത്തായി വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇത് മാറ്റി ഫെഡറൽ ഘടന ശക്തിപ്പെടുത്തുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ സംസ്കാരവും ഭാഷകളും സംരക്ഷിക്കാൻ നടപടിയുണ്ടാവും. ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ ഇന്റർനെറ്റിൽ ലഭ്യമാകാൻ ഈ ഭാഷാ പദ്ധതി കൊണ്ടുവരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. മീഡിയ 1 ഡൽഹി.